എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള 4th അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ അവസാനിക്കും. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഇതുവരെ അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ നാളെ വൈകുന്നേരം 3 മണിക്കുള്ളിൽ നിങ്ങളുടെ അഡ്മിഷൻ നേടേണ്ടതാണ്. അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ചതാണ്, ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, എന്നാൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത്. സാധാരണഗതിയിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എങ്കിൽ സാധാരണ വെബ്സൈറ്റിൽ ആ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കാറുണ്ട്. അപ്പോൾ നിലവിൽ ആ ഒരു കാര്യം പ്രത്യേകം വെബ്സൈറ്റിൽ സൂചിപ്പിക്കാത്തത് കൊണ്ട് തന്നെ അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം മുൻ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കാത്ത സാഹചര്യം വരികയാണെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്ക് അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ, അതായത് അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികളുടെ ആ ഒരു പ്രൊഫൈലിൽ കാണിക്കാറില്ല. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ രജിസ്റ്റർ എന്നുള്ള ആ ഒരു ലിങ്ക് അവിടെ ലഭ്യമായിരിക്കും. നിലവിൽ ഈ ഒരു 4th അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ കൂടി അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അങ്ങനെ അഡ്മിഷൻ നേടാൻ സാധിക്കില്ലെങ്കിൽ സാധാരണ വെബ്സൈറ്റിൽ അത് സൂചിപ്പിക്കാറുണ്ട്. നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റ് നിങ്ങൾക്ക്, അതായത് ആ ഒരു അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് നഷ്ടമാകുന്നതായിരിക്കും എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്. സാധാരണ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് അതായത് വാക്സിൻ ചെയ്താൽ മാത്രമാണ് കിട്ടുക. അപ്പോൾ ചില സ്ഥലങ്ങളിൽ വാക്സിൻ ലഭ്യമല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വാക്സിൻ ലഭ്യമല്ലെങ്കിൽ നിങ്ങൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടുക, പിന്നീട് ഈ ഒരു വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നൽകിയാൽ മതിയാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് റീഫണ്ട്. അപ്പോൾ റീഫണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രമാണ് കിട്ടുക. അതായത് ഏകദേശം ഒരു ജനുവരി അവസാനത്തോടെ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു റീഫണ്ടിനായിട്ടുള്ള റിക്വസ്റ്റിനുള്ള ലിങ്ക് വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കുക. അത് നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസിൻ്റെ ആ ഒരു പേജിലായിരിക്കും റീഫണ്ടിനായിട്ടുള്ള റിക്വസ്റ്റ് ലിങ്ക് വരിക. അപ്പോൾ ആ ഒരു സമയത്ത് വെബ്സൈറ്റിൽ റീഫണ്ടിനെ കുറിച്ച്, അതായത് നിങ്ങൾക്ക് ഈ റീഫണ്ടിനായിട്ട് ഇത്ര ദിവസം വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാമെന്നുള്ള കാര്യം പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ റീഫണ്ട് റിക്വസ്റ്റ് നൽകി ഏകദേശം ഒരു 2 മാസത്തിനുള്ളിലാണ് നിങ്ങൾക്ക് റീഫണ്ട് സാധാരണഗതിയിൽ ടോക്കൺ ഫീസ് റീഫണ്ടായിട്ട് കിട്ടുക. അതുപോലെ തന്നെ എക്സ്ട്രാ ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ ആ ഒരു എക്സ്ട്രാ അടച്ച പൈസ കൂടി റീഫണ്ടിനത്തിൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ റീഫണ്ടിനായിട്ട് നിങ്ങളോട് കാരണം ചോദിക്കും, എന്താണ് റീഫണ്ടിനായിട്ട് അപേക്ഷിക്കാൻ കാരണം എന്നുള്ളത്. ചില വിദ്യാർത്ഥികളാണെങ്കിൽ എക്സസ് റീഫണ്ട് ആയിരിക്കും, അതായത് അധികമായിട്ട് അടച്ച പൈസ തിരികെ കിട്ടാനായിട്ടായിരിക്കും. എന്നാൽ ചില വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടാത്തതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താണ് ഈ റീസണായിട്ട് നൽകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സേവിങ് ബാങ്ക് അക്കൗണ്ട് ആ ഒരു ഡീറ്റെയിൽസ് നൽകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സേവിങ് ബാങ്ക് അക്കൗണ്ടിലാണ് സാധാരണ റീഫണ്ട് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നൽകുന്ന സമയത്ത് ആ ഒരു ഘട്ടത്തിൽ ഈ ഒരു നിങ്ങളുടെ സേവിങ് ബാങ്ക് അക്കൗണ്ടാണ് നൽകിയത് എന്നുള്ളതും, അതുപോലെ തന്നെ നിങ്ങളുടെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്ത ശേഷം അത് വീണ്ടും എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് അല്ല എന്നുള്ളത് വീണ്ടും ചെക്ക് ചെയ്ത ശേഷം മാത്രമേ സബ്മിറ്റ് ചെയ്യാവൂ. അതായത് ആപ്ലിക്കേഷൻ, ആ ഒരു റീഫണ്ടിനായിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവൂ. അതുപോലെ തന്നെ ഇനി സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എപ്പോഴാണ് എന്നുള്ളതാണ്. ഇനി സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 27-ാം തീയതിയോടെ നിങ്ങൾക്ക് പുതുതായിട്ട് അടുത്ത അലോട്ട്മെൻറ്റിൽ, സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സിലേക്കുള്ള ക്ലാസ്സുകൾ ജനുവരി ആദ്യ ആഴ്ചയോടെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് 4th അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ വൈകുന്നേരം 3 മണിക്കുള്ളിൽ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ചില കോളേജ് വൈകുന്നേരം 3 മണി വരെയൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.